ബ്ലോക്ക് എന്താണെന്ന് അറിയാത്ത ഒരു സ്റ്റോക്ക് ട്രേഡർ ആണ് നിങ്ങളെങ്കിൽ എന്റെ വീഡിയോ സേവ് ചെയ്തോളൂ. ഒരു മിനിറ്റിൽ നമുക്ക് പഠിക്കാം. സ്മാർട്ട് മണി കുറച്ച് ഓർഡേഴ്സ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴോ റീറ്റെയിലേഴ്സിന് അത് അത്ര ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഒറ്റയടിക്ക് കുറെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ they will leave footprints behind. നമുക്കത് ചാർട്ടിൽ കാണാൻ പറ്റും in the form of an order block. Let's take an example. സ്മാർട്ട് മണിക്ക് at some price level 5 ലക്ഷം ഷെയർസ് ആണ് സെല്ല് ചെയ്യേണ്ടതെങ്കിൽ ബയേഴ്സിന്റെ ലിക്വിഡിറ്റി കുറവ് കാരണം ചിലപ്പോൾ 3 ലക്ഷം ഷെയർസ് മാത്രമേ സെല് ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് മീൻസ് 2 ലക്ഷം ഷെയർസിന്റെ സെൽ ഓർഡേഴ്സ് ആ സെയിം പ്രൈസ് ലെവലിൽ ഇപ്പോഴും എക്സിക്യൂട്ട് ആവാതെ ഇങ്ങനെ കിടക്കുവാണ്. സോ ദ ഐഡിയ ഇസ് വെരി സിമ്പിൾ. ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നടന്ന ഒരു ഏരിയയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡേഴ്സ് ഉണ്ടാവും. സോ പ്രൈസ് ആ സെയിം ഏരിയ റീവിസിറ്റ് ചെയ്യുമ്പോൾ ആ റിമൈനിങ് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവും, പ്രൈസ് റിയാക്ട് ചെയ്യും. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടിൽ കാണാം. വൺ വെരി ഇമ്പോർട്ടന്റ് തിങ് യു നീഡ് ടു കീപ് ഇൻ മൈൻഡ് ഇസ് ദാറ്റ് ഓർഡർ ബ്ലോക്കിന് തൊട്ട് മുൻപ് ഒരു മാനിപ്പുലേഷൻ ഉണ്ടായിരിക്കണം. സോ ആഫ്റ്റർ ദ മാനിപ്പുലേഷൻ പ്രൈസിൽ സഡൻ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നു. ഡിസ്പ്ലേസ്മെന്റ് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഇംബാലൻസ് ലിക്വിഡേറ്റ് ചെയ്യാൻ